വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് മേക്ക് സം ജേണൽ സപ്ലൈസ്. ആദ്യം നമുക്ക് പാറ്റേൺ പേപ്പറിൽ നിന്ന് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ A4 സൈസ് പേപ്പർ എടുത്തിട്ട് 4 പീസായിട്ട് കട്ടണം. 4 പീസായിട്ട് തന്നെ കട്ടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് കട്ട് തരിക കേട്ടോ. ഞാൻ എന്തായാലും എല്ലാം ഒരേ സൈസിനാണ് കട്ട് എടുക്കുന്നത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമ്മൾ പേസ്റ്റൽ ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാത്ത ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിട്ട് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പില്ലേ, അവിടെയാണെങ്കിൽ പേനിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ബ്രൗൺ യൂസ് ചെയ്തിട്ട് കാണിക്കുന്നതിനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലോട്ട് വരയ്ക്കണം. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമല്ല വരച്ചത്, ഇത് രണ്ട് സൈഡിലോട്ടും വരച്ചു കൊടുക്കണം. എന്നിട്ട് പേസ്റ്റൽ ബ്രൗൺ യൂസ് ചെയ്തിട്ടും രണ്ട് സൈഡിലോട്ടും വരച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരത്തില്ല, അവിടെ കൂടെയാണ് നമ്മൾ രണ്ട് സൈഡിലോട്ടും വരച്ചു കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് പേസ്റ്റൽ ബ്രൗൺ യൂസ് ചെയ്തിട്ട് കാണിക്കുന്ന കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. തിരിച്ച് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക, രണ്ട് സൈഡിലും വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ വരച്ചതിൻ്റെ അകത്തൂടെ പേനിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ബ്രൗൺ യൂസ് ചെയ്തിട്ട് കാണിക്കുന്ന കണക്ക് രണ്ട് സൈഡിലോട്ടൊന്ന് വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ള സ്ഥലത്തില്ല, അവിടെ വേണം പേനിട്ട് വരച്ചു കൊടുക്കാൻ കേട്ടോ. എന്തായാലും ഇപ്പോൾ എൻ്റെ ബ്രഷ് പെൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രഷ് പെൻ ഇല്ലെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ നോർമൽ കളേഴ്സോ എല്ലാം യൂസ് ചെയ്താലും മതി കേട്ടോ. പിന്നെ അടുത്തതിൽ കുറച്ച് ഹാർട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഹാർട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട്, പേനിട്ടാണ് കുത്തിട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഇല്ലേ, എന്ന് വെച്ചാൽ പേസ്റ്റൽ ബ്രൗൺ ഇട്ട് മൊത്തത്തിൽ കളർ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ എഴുതാൻ തോന്നുന്നത് അതെന്തായാലും ഒന്ന് എഴുതി കൊടുക്കുക കേട്ടോ. എന്തായാലും നമ്മൾ ഇത്രയും വിൻറ്റേജ് പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എന്തായാലും എനിക്കിത് പാറ്റേൺ പേപ്പേഴ്സൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്ക് അടുത്തത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ആദ്യം കാണിക്കുന്ന കണക്ക് ഒന്ന് കളേഴ്സിട്ട് കാണിക്കുന്നത് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഞാൻ 3 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം വിൻറ്റേജ് ആയിട്ട് തോന്നിയ കളേഴ്സൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏതാ കളേഴ്സ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ലൈറ്റായിട്ട് വരുന്നൊരു ഓറഞ്ച്, പിന്നെ ഒരു സ്കിൻ കളറും, പിന്നെ ഒരു പേസ്റ്റൽ ബ്രൗണാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് പിക്ചേഴ്സേ വരച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര പിക്ചേഴ്സ് വേണോ അത്രയും വരച്ചെടുക്കാം കേട്ടോ. പിന്നെയാണ് ഞാൻ 2 പിക്ചേഴ്സാണ് യൂസ് ചെയ്തത്, മാറിയും തിരിച്ചൊക്കെയാണ് വരച്ചത്. ചെടിച്ചട്ടിയിൽ ചെടി തന്നെ അല്ലാത്ത ചെടി ഒറ്റയ്ക്കുള്ളത് വരച്ചു കൊടുക്കുകയാണ് ചെയ്ത്. നിങ്ങൾക്ക് എന്തൊക്കെ പിക്ചർ വരയ്ക്കാൻ പറ്റുമോ അതൊക്കെ വരച്ച് വയ്ക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ വരച്ചില്ലേ ആ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ റൗണ്ടോടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാ പറയുന്നത് കുറച്ച് ഗ്യാപ്പിട്ട് കട്ട് ചെയ്യാനല്ലേ, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വേണ്ട. ഓൾറെഡി ആ പിക്ചറിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ബ്രൗൺ കൊടുക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഗ്യാപ്പില്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിൽ ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ട് കാണിക്കുന്നത് സ്റ്റാപ്ലർ ചെയ്തേക്കുക. ഞാൻ എന്തായാലും എടുത്തത് കുറച്ച് കട്ടി കുറവായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ്. നിങ്ങളുടെ കുറച്ച് അധികം കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ മേളിൽ സ്റ്റിക്കേഴ്സ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ബ്രഷ് പെനിട്ട് അതിന് മേളിൽ കൂടെ എഴുതി കൊടുത്തായിരുന്നു. ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ പശ തേച്ച് എഴുതിക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. മറ്റേ പശ ഒട്ടിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഇളകി വരും, പേപ്പറും കൂടെ കീറി വരും കേട്ടോ. അതുകൊണ്ട് ഈ പശ യൂസ് ചെയ്യുന്നതായിരിക്കും. ഈ സ്റ്റിക്കേഴ്സിൽ ഇങ്ങനെ ഒട്ടിക്കുക ഈ പശ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്തായാലും നല്ല എളുപ്പമാണ്. നമുക്ക് അടുത്തത് കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് അറിയുന്ന കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുക. അഥവാ തോട്ട്സ് ഒന്നും ഭയങ്കരമായിട്ട് അറിയത്തില്ല എങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാൽ മതി, കുറേ നല്ല തോട്ട്സൊക്കെ കിട്ടും കേട്ടോ. പിൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി, ഗൂഗിളിലും കുറേ തോട്ട്സൊക്കെ കാണും. എന്തായാലും ഞാൻ 6 തോട്ട്സായിട്ട് എഴുതിയെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 3 കളേഴ്സില്ലേ അത് രണ്ടെണ്ണത്തിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇതൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും ഗ്യാപ്പ് അത്ര കൊടുക്കാതെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, അത് നമ്മൾ ചെയ്ത കണക്ക് ഈ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ പശയല്ല മറ്റേ പശ യൂസ് ചെയ്ത കുഴപ്പമുണ്ട്, ചിലപ്പോൾ കീറി വരും കേട്ടോ പേപ്പറോട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തതാണെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി നോക്കാം. ആദ്യം കുറച്ച് ബട്ടർഫ്ലൈൻ്റെ പിക്ചേഴ്സ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ബ്ലാക്ക് പെന്നിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾക്ക് ബട്ടർഫ്ലൈൻ്റെ പിക്ചർ എങ്ങനെ വരയ്ക്കാൻ അറിയാം അതേ കണക്ക് വരച്ചു കൊടുക്കുക. ഞാൻ അതിൽ മേളിലത്തെ കൊമ്പൊന്നും വരച്ചെടുത്തിട്ടില്ല കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ ചിറക് മാത്രമേ ഞാൻ വരച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് ലൈറ്റ് ബ്രൗണിൽ പേസ്റ്റൽ ബ്രൗൺ ആ കളർ ഇട്ടിട്ട് ഈ കാണിക്കുന്ന കണക്ക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും അല്ലാതെ കളർ ചെയ്താലും നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കളർ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത കണക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക, മേളിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്യുക. എന്നിട്ട് ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന കണക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും നല്ല എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വാഷി ടേപ്പ് ഉണ്ടാക്കി വെക്കാം. ഞാൻ സാധാരണ അങ്ങനെ വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഈ വീഡിയോയ്ക്ക് വേണ്ടി ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷേ അതാണെങ്കിൽ അത്ര സെറ്റായാലും കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലത്ര നീളം വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കുന്നതാണ്, അല്ലാതെ അതിന് മുമ്പേ വാഷി ടേപ്പ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ആദ്യം നമ്മൾ ഈ കാണിക്കുന്നതാണ് A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഈ രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും 1.5 സെൻറ്റിമീറ്റർ രീതിക്കാണ് വരച്ചു കൊടുക്കുന്നത്. എന്തായാലും നീളം കുറവായിരുന്നല്ലോ, അതുകൊണ്ട് കുറേ എണ്ണം വരച്ചിട്ട് അത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒട്ടിക്കുന്നതാണെങ്കിൽ ഒരു 3 വെച്ചാണ് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തത്. എന്തായാലും നമ്മൾ 4 വാഷി ടേപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 3 ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റൽ ബ്രൗണില്ലേ അതൊന്ന് ഈ കാണിക്കുന്നതാണ് ഒന്ന് കളർ ചെയ്തെടുക്കുക. നമ്മളിട്ട് റോൾ എടുത്തില്ല, ആ റോളിന് ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം കട്ടിയുള്ള റോൾ വേണ്ടിയിട്ട് എടുക്കാൻ കേട്ടോ. ഞാൻ അത്യാവശ്യം കട്ടിയുള്ള റോളാണ് എടുത്തതെന്ന് വെച്ചാൽ ചുറ്റി വയ്ക്കുന്ന റോളില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അടുത്തതാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തൂടെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ വരച്ചെടുക്കും. പിക്ചേഴ്സ് എന്ന് വെച്ചാൽ ഒരു പിക്ചർ തന്നെ കുറേ ആയിട്ട് വരച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലയില്ലേ
ഇലേൻ്റെ പിക്ചറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറേ ഇലയും ചെടിച്ചട്ടിയിൽ വരുന്ന ഇലയ്ക്കല്ലേ വരയ്ക്കുന്നത്. ഇതിലും ഇല എന്നോട് വരച്ചേക്കുന്നത്. എന്തായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നല്ല സിമ്പിളായിട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത് നമ്മളൊക്കെ നമ്മൾ റോളില്ല അതെടുത്തിട്ട് ഈ കാണിക്കാനൊക്കെ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ചെയ്ത സമയത്താണെങ്കിൽ മേളിലായി പോടാ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മേളിലോട്ടാണ് വെച്ചാണല്ലോ ചുറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ താഴോട്ട് ഇറങ്ങി വന്നായിരുന്നു. എന്തായാലും അത് പോയിട്ട് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേറെ പേപ്പർ പീസ് വേണം. പേപ്പർ പീസ് എന്തിനാണെന്ന് അറിയാമല്ലോ. ഇത് നമ്മൾ ചുറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും വെക്കുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ അങ്ങ് തുറന്നു വരും. അപ്പോൾ നമുക്ക് വേറെ പേപ്പർ പീസ് വേണമല്ലോ. നേരത്തെ പേപ്പർ പീസ് കുറച്ചധികം വലുതായി പോയോ എന്നെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നിയായിരുന്നു കേട്ടോ. എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ ചെയ്തേക്കാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പേപ്പർ പീസായിട്ട് എടുത്ത് ചെയ്തത്. ഈ കാണിക്കുന്നതിനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ മനസ്സിലാക്കാണെന്ന് തോന്നുന്നത് കേട്ടോ. പിന്നെ അടുത്തതിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് പാറ്റേൺ വരയ്ക്കായിരുന്നില്ല. ആദ്യം പാറ്റേൺ വരയ്ക്കണമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ പാറ്റേൺ വരയ്ക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയത്. അല്ലാതെ തന്നെ നല്ല രസമുള്ള എനിക്ക് തോന്നി. പിന്നെ അടുത്തയാണെങ്കിൽ നമ്മൾ മറ്റേ സ്ട്രെയിറ്റുള്ള പാറ്റേൺ കൂടെ വരച്ച് കൊടുത്തായിട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ പേനായിട്ട് നമ്മൾ 2 സൈഡിലോട്ടും വരച്ചു കൊടുത്തു. പിന്നെ അടുത്തതാണെങ്കിൽ സ്കിൻ കളർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ മാക്സ് കണക്കില്ലേ റെക്റ്റാങ്കിളും സ്ക്വയറും പിന്നെ അതൊക്കെ തന്നെ റൗണ്ട് സർക്കിൾ ഇതൊക്കെ വരച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഒന്ന് ചുറ്റി എടുത്ത് കൊടുക്കുക കേട്ടോ ചെയ്ത്. എന്തായാലും നല്ല എളുപ്പമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അടുത്തതാണെങ്കിൽ വിൻറ്റേജ് പോളറൈഡ്സ് ആണ്. ഇത് അവിടെയൊക്കെ പിൻട്രസ്റ്റിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള സംഭവമൊന്നും അല്ല കേട്ടോ. എന്തായാലും അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത കണക്കാണ് എനിക്ക് തോന്നുന്നത്. അത് കാണിക്കുന്ന കണക്ക് പെൻസിലിട്ട് ഒന്ന് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പേനയിട്ട് അതിന് മേളിൽ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോന്നിൽ ഓരോ കളേഴ്സായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും 4 നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 4 കളേഴ്സ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് നമ്മൾ നേരത്തെ എല്ലാത്തിലും ചെയ്യുന്ന കണക്ക് 2 ചെടിയും 2 ചെടിച്ചട്ടിയും ഇതാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ സ്പേസ് ഇല്ലേ, അവിടെ സ്പേസ് ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് തോട്ട്സൊക്കെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് എന്താ എഴുതേണ്ടെന്ന് അറിയത്തില്ല, പിൻട്രസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാലും മതി. എന്തായാലും അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുക്കുകയാണ് തോന്നി. എനിക്ക് എഴുതാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ എഴുതി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ വേറെ കാര്യം ചെയ്താൽ മതി. നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചേക്കുന്നില്ലേ അവിടെ കട്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 2 രീതിക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ രീതിക്ക് യൂസ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ആ രീതിക്കും നമുക്ക് യൂസ് ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും ഈ പോളറൈഡ്സ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് പിക്ചേഴ്സ് മാത്രമാണ് ഞാൻ വരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഞാൻ എഴുതി കൊടുത്തേക്കുന്നത്. എന്തായാലും നമ്മൾ 4 ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്ത് നമുക്ക് വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം A4 സൈസ് പേപ്പർ എടുക്കണം. എന്നിട്ട് ഈ കാണിക്കുന്ന കണക്ക് ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ രീതിക്ക് ഒന്ന് കീറി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര വിൻറ്റേജ് പേപ്പർ വേണോ ആ രീതിക്ക് വേണം നിങ്ങൾ പേപ്പേഴ്സ് എടുക്കാൻ. പിന്നെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കാമല്ലോ. നിങ്ങൾക്ക് എത്ര സൈസാണ് വേണ്ടത് ആ രീതിക്ക് വേണം എടുക്കണം. ഫുൾ വിൻറ്റേജ് പേപ്പർ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ള് കട്ട് ചെയ്തെങ്കിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം ഒരേ സൈസിൽ നിന്നുള്ള പലതും പല സൈസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. സൈഡൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കീറിയെടുക്കാൻ മൊത്തത്തില്ല സൈഡിൽ ഈ രീതിക്ക് ഒന്ന് കീറിയെടുക്കുക കേട്ടോ. പലതും പല സൈസാണ്. പിന്നെ നമ്മുടെ നായകൻ ബ്രൂ വേണമല്ലോ. ബ്രൂ എടുത്തിട്ട് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റത്തില്ല. ഞാൻ ഫാൻ്റെ താഴെ വെച്ചാണ് ഉണക്കിയത്. അതുകൊണ്ട് ചെറിയ ഈർപ്പൊക്കെ ഉണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല. എനിക്ക് എന്തായാലും വിൻറ്റേജ് പേപ്പർ ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് കത്തിച്ചണക്കൊക്കെ ഇരിക്കുന്ന എന്തായാലും അത് പോട്ടെ. നമ്മൾ കാണിക്കുന്ന ഇത്രയും വിൻറ്റേജ് പേപ്പേഴ്സും വിൻറ്റേജ് പേപ്പറിൽ പാറ്റേൺ പേപ്പേഴ്സും പിന്നെ വിൻറ്റേജ് പേപ്പറും പിന്നെ സ്റ്റിക്കേഴ്സും പിന്നെ കോഡ് സ്റ്റിക്കേഴ്സും പിന്നെ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സും പിന്നെ നമ്മുടെ വിൻറ്റേജ് പോളറൈഡ്സും പിന്നെ വാഷി ടേപ്പും. എന്തായാലും ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. എന്തായാലും ഇതെല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ജനറൽ സപ്ലൈസ് ഉണ്ടാക്കുമെന്ന്. എന്തായാലും അതുകൊണ്ട് കൂടിയാണ് ഉണ്ടാക്കിയത്. കുറേ നാളുടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. എന്തായാലും നിങ്ങളും കൂടി ചോദിച്ചപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ പലർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ പോകേണ്ടതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.